കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷീരകർഷകർക്ക് ധാതുലവണങ്ങൾ നൽകി. ഒഴിഞ്ഞവളപ്പിലെ പാൽ ശേഖരണ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷീരകർഷകർക്ക് ധാതുലവണങ്ങൾ നൽകിയത്. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ ഒഴിഞ്ഞവളപ്പിലെ പാൽ ശേഖരണ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് സഭയിൽ അപേക്ഷ നൽകിയ 100ഓളം ക്ഷീരകർഷകർക്കാണ് 1200 രൂപ വില വരുന്ന ധാതുലവണങ്ങൾ നൽകിയത്. മുഴുവൻ അപേക്ഷകർക്കും ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഈ വർഷത്തെ പദ്ധതിക്കായിട്ട് ധാതുലവണ മിശ്രിതം ഉറപ്പാക്കിയിട്ടുള്ളത്. അതിനു മുൻപ് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതായാലും മറ്റ് സഹായങ്ങളായാലും ക്ഷീരകർഷകർക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത് തന്നെയാണ് എന്നുള്ളത് അവിടുത്തെ ക്ഷീരകർഷകരുടെ എണ്ണത്തെയും അതുപോലെ തന്നെ ആ വാർഡിൻ്റെ പ്രത്യേകതയും സൂചിപ്പിക്കുന്നതാണ്. എന്തായാലും എല്ലാവർക്കും ഇനിയും കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനമാകട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. ലത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. അനീശൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.വി. സരസ്വതി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. പ്രഭാവതി, കൌൺസിലർമാരായ സി. രവീന്ദ്രൻ, നജ്മ റാഫി എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പരങ്കാവ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.